നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ എപ്രകാരമാണ് മുന്നോട്ടു പോകേണ്ടത്, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷാ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. 2-3 സെക്ഷനുകളായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സെക്ഷനിലേക്ക് വരാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പറയുന്നത്. അതിന്റെ ചുരുക്ക രൂപമാണ് DPSP എന്ന കാര്യം ഓർത്തിരിക്കുക. DPSP മാർഗനിർദ്ദേശക തത്വങ്ങളെ ഇംഗ്ലീഷിൽ നമ്മൾ ചുരുക്കി പറയുന്ന രീതിയാണ്. ഓക്കെ, അപ്പം ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി ഭരണഘടനയിൽ എവിടെയാണ് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ 4ാമത്തെ ഭാഗത്താണ്. 3ാമത്തെ ഭാഗത്ത് മൗലിക അവകാശങ്ങളാണ് നമ്മൾ കണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് വരുന്ന 4ാമത്തെ ഭാഗമാണ് ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പരാമർശിക്കുന്ന. 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡിൽ നിന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എവിടെ നിന്നാണ് ഇത് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അയർലൻഡിൽ നിന്നാണെങ്കിലും ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തത്, അത് അയർലൻഡിൽ നിന്ന്. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ നടപ്പാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് സ്പെയിൻ എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി അടുത്തായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ വരുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നതിന്റെ പ്രചോദനം എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന് ഫ്രഞ്ച് വിപ്ലവവും മറ്റൊന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനം ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം തെറ്റിക്കരുത്. ഇന്ത്യൻ ഭരണഘടന ഏത് ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം കോപ്പി ചെയ്തതെന്ന് ചോദിച്ചാൽ അയർലൻഡിൽ നിന്ന്. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനകളിൽ വരുന്നതിന് പ്രചോദനമായത് ഏത് സംഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എന്ന് ഓർത്തിരിക്കുക. ആ ഒരു ആശയം മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇന്ത്യൻ ഭരണഘടന ഈ ആശയം എടുത്തിരിക്കുന്ന അയർലൻഡിൽ നിന്നാണെന്ന് പറഞ്ഞെങ്കിലും ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നതിന് കാരണമായ അടിസ്ഥാനപരമായ ഡോക്യുമെന്റ് ഏത്, അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് കൂടി ഓർത്തിരുന്നോണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഈ ആശയം വരുന്നത്. അപ്പം രാജ്യമെന്ന് ചോദിച്ചാൽ അയർലൻഡ് എന്നും, ഏത് ഡോക്യുമെന്റിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഈ ആശയം എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. മാർഗനിർദ്ദേശങ്ങളിലെ തത്വങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ സവിശേഷത ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പല പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണ്. എന്താണ് നോൺ ജസ്റ്റിസിബിൾ ആണ് എന്ന് വെച്ചാൽ എന്താണ്, കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കോടതിയിൽ പോകാം. അങ്ങനെ കോടതി ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കും, അതിനെയാണ് റിട്ട് എന്ന് പറയുന്നത്.
എന്നാൽ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോ കോടതിയിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് കോടതി ആ രീതിയിൽ കണക്കാക്കാറില്ല. കാരണം ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതെങ്കിലും ഇത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ടാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് ഓർത്തിരിക്കുക. പല പ്രാവശ്യം പരീക്ഷയിൽ അത് ചോദിച്ചിട്ടുള്ള ആശയമാണ്. ഓക്കെ, ഇനി അടുത്തത്, ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? ഗവൺമെന്റിനുള്ളതാണ്. മൗലിക അവകാശങ്ങൾ ജനങ്ങൾക്കായിരുന്നെങ്കിൽ ഇത് ഈ പറയുന്ന ഗവൺമെന്റിനാണ്. അതായത് ഗവൺമെന്റ് ചെയ്യേണ്ട കടമകളാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രം സമൂഹത്തിന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം രാഷ്ട്രത്തിന്റെ കടമയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ക്ഷേമ രാഷ്ട്രം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ്, അതായത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ഷേമ രാഷ്ട്രം സങ്കല്പമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ക്ഷേമം എന്ന് പറയുമ്പോൾ സാമൂഹികവും സാമ്പത്തികവും, ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. നമ്മൾ മൗലിക അവകാശം പഠിച്ചപ്പം പറഞ്ഞു മൗലിക അവകാശം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ കൂടുതലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഈ മൗലിക അവകാശങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് വരുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ചെയ്തില്ല, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കോടതി നടപ്പാക്കി കൊടുക്കണം എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന് അതെന്താണ്? പോസിറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. കാരണം ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല, ബാധ്യതയായിട്ട് വരുന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. മറ്റേത് മൗലിക അവകാശം നെഗറ്റീവ് ആകുന്നതിന്റെ കാരണം അത് എന്തുവേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് ശരിയാക്കി കൊടുക്കണം. ഇവിടെ പ്രശ്നം വന്നാലും വന്നില്ലെങ്കിലും ഗവൺമെന്റിന് ഒരു ബാധ്യതയല്ല എന്ന കാര്യം ഓർത്ത്, കോടതി ഒരിക്കലും എന്തുകൊണ്ട് ചെയ്തില്ല എന്നവിടെ ചോദ്യം ചോദിക്കത്തില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചത് എന്താണ്? പോസിറ്റീവ് ഇൻ നേച്ചർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്തിനു വേണ്ടിയാണ് നടപ്പാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വെൽഫെയർ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ആമുഖത്തിന്റെ അകത്ത് പഠിച്ചായിരുന്നു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി കൂടിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം എന്തൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ പറയുന്ന 4 കാര്യങ്ങൾ, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്ന ആശയങ്ങളെ അല്ലെ ആർട്ടിക്കിളുകളെ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എത്ര തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ളതാണ്. ഏതൊക്കെയാണ്? ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. ഈ 3 ആശയങ്ങളും നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കാണാം. ഇതിൽ വരുന്ന ആർട്ടിക്കിളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ആശയവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും ഇതിൽ വരുന്ന ആർട്ടിക്കിളുകൾ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഗാന്ധിയൻ ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏത്? 4ാമത്തെ ഭാഗമായിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ഓർത്തിരിക്കുക. ഗാന്ധിയൻ ആശയങ്ങൾ നേരിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഏത്? 4ാമത്തെ ഭാഗം എന്ന് ഓർത്തിരിക്കുക. ഗാന്ധി മുന്നോട്ട് വെച്ച ദർശനങ്ങൾ. ഇനി അതുപോലെ സോഷ്യലിസ്റ്റ് ആശയമുണ്ട്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ സാമ്പത്തിക തലത്തിലുള്ള സോഷ്യലിസം എന്ന അർത്ഥമല്ല വരുന്നത്, മറിച്ച് സാമൂഹിക തലത്തിലുള്ള തുല്യത എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതുപോലെ ലിബറൽ ആശയങ്ങളുണ്ട്. ലിബറൽ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് പുരോഗമന ചിന്താഗതി എന്നുള്ള ഒരു അർത്ഥതലത്തിലാണ് വരുന്നത്. അപ്പൊ ഈ 3 ആശയങ്ങളും ചേരുന്നതാണ് ഈ 4ാമത്തെ ഭാഗം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്തെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം. അപ്പൊ അതിൽ വരുന്ന 2 വ്യക്തികൾ എന്ന് പറയുന്നത്, ഒന്ന് ഗ്രാൻവില്ല ഓസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനസാക്ഷിയാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം,
ഭരണഘടനയുടെ മനസാക്ഷിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗ്രാൻവില്ല ഓസ്റ്റിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തൊരു കൊട്ടേഷനിലേക്ക് വരാം. ഒരുപാട് പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക് എന്ന രീതിയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? അത് KT ഷാ എന്ന കാര്യം ഓർത്തിരിക്കുക. ബാങ്കിന്റെ സൗകര്യാർത്ഥം നൽകാവുന്ന ഒരു ചെക്ക് എന്ന രീതിയിൽ ഉള്ള ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരാണ്? KT ഷാ. എന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയ്ക്കകത്തുണ്ട്. ഇത് നടപ്പാക്കേണ്ട ചുമതല ആർക്കാണ്? ഗവൺമെന്റിനാണ്. അപ്പൊ ഗവൺമെന്റ് എപ്പോൾ നടപ്പാക്കണം എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ഇനി നടപ്പാക്കിയില്ലെങ്കിലും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ചെക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നേരം തന്നെ അത് മാറണമെന്നില്ല. അതിനൊരു വാലിഡിറ്റി നോർമലി പീരീഡ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ എപ്പോഴേലും ഒക്കെ മാറിയെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ എപ്പോഴേലും ഗവൺമെന്റിന് അത് നടപ്പാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇതിനെ ബാങ്കിന്റെ സൗകര്യാർത്ഥം നൽകുന്ന ഒരു ചെക്ക് എന്ന രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ആരാണ്? KT ഷാ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങളിലേക്ക് വരാം, ആർട്ടിക്കിൾ ഭാഗത്തിലേക്ക് വരാം. അപ്പൊ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചില ആർട്ടിക്കിളുകൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, ബേസിക് ആയിട്ടുള്ളതാണ്. എല്ലാ ആർട്ടിക്കിളും കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം. മറിച്ച് ഓരോ ആർട്ടിക്കിളും പറയുന്നതിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ആശയം എന്താണെന്നാണ് നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഇവിടെ ഊന്നൽ നൽകി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 36 തൊട്ടാണ് വരുന്നത്. 36 അവിടെയും ഈ പറയുന്ന സ്റ്റേറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ് വരുന്നത്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇവിടെയും സ്റ്റേറ്റ് എന്നുള്ള നിർവചനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം ഓർത്തിരിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്ന 37 ആണ്. 37ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നു, മാർഗനിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. മുമ്പേ പറഞ്ഞു, ഇതിന്റെ ഫീച്ചറിൽ ഒന്നാണ് നോൺ ക്വസ്റ്റ്യനബിൾ. അത് എടുത്തു പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 37 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 37ാമത്തെ ആർട്ടിക്കിൾ. ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 38ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്താണ് സോഷ്യൽ വെൽഫെയറിനെ പറ്റി പറയുന്നത്. അതായത് സാമൂഹിക ക്ഷേമത്തെ പറ്റി, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ചുമതലയാണ് സാമൂഹിക ക്ഷേമം, സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ചുമതലയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 38 എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ അർത്ഥം, ഈ പറയുന്ന ദേശീയ ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും പ്രാദേശിക ഗവൺമെന്റ് ആയാലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യണം, നടപ്പാക്കണം എന്നാണ് അവിടെ പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 39ാമത്തെ ആർട്ടിക്കിൾ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് സബ്സെക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വിശാല തലത്തിൽ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ നോക്കാം, 39. അപ്പൊ 39ന്റെ അകത്ത് പറയുന്നത് എന്താണ്? രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില ന്യായമായിട്ടുള്ള തത്വങ്ങൾ, ന്യായ തത്വങ്ങൾ. അതായത് ഒരു രാഷ്ട്രം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് ഈ പറയുന്ന 39ന്റെ അകത്ത് പറയുന്നത്. അതായത് ഒരു ഗവൺമെന്റ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 39ൽ പറയുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ABCD എന്നുണ്ട്, എല്ലാം നമ്മൾ കാണാൻ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഓർത്തിരുന്നോണം. അതിൽ 39A പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യമാണ് എല്ലാ പൗരന്മാർക്കും മിതമായ ജീവന ഉപാധി ലഭ്യമാക്കുക. അതായത് ആർട്ടിക്കിൾ 39A പറയുന്നു, ഒരു രാജ്യത്തിന്റെ ചുമതലയാണ് ആ രാജ്യത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുക എന്ന്. ആ ജനങ്ങളുടെ ആവശ്യം, അതിനാണ് ജനക്ഷേമം എന്ന് പറയുന്നത്. അപ്പൊ അത് നിറവേറ്റേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്, അല്ലെങ്കിൽ പ്രാഥമിക ചുമതലയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് 39D എന്ന് പറയുന്ന കാര്യം. ആർട്ടിക്കിൾ 39 ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം. അതായത് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനുമാണെങ്കിൽ ഒരേ കൂലി നൽകണം. അതായത് ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയമാണ് തുല്യ ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനുമാണെങ്കിൽ തുല്യ വേതനം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ആർട്ടിക്കിൾ 39D പ്രകാരം ഈ പറയുന്ന ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി കൊടുത്തില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് നോൺ ജസ്റ്റിസബിൾ ആണ്.
അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നുണ്ട്. തുല്യവേതന നിയമം, ഈക്വൽ വേജ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുന്നുണ്ട് 1976. അപ്പൊ ആ നിയമത്തിന്റെ അകത്ത് പറയുന്നത് ഈ തുല്യ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കൊടുക്കണം എന്ന് തന്നെയാണ് ആ നിയമത്തിന്റെ അകത്ത് പറയുന്നത്. ആ നിയമപ്രകാരം എന്ത് ചെയ്യാം, ഏതെങ്കിലും കാരണവശാൽ തുല്യ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യവേതനം കൊടുത്തില്ലെങ്കിൽ കേസെടുക്കാമെന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന വ്യവസ്ഥയ്ക്കൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല നിയമങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ നിയമം വെച്ച് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാം. ആർട്ടിക്കിൾ കോട്ട് ചെയ്ത് കേസെടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഈ നിയമപ്രകാരം കേസെടുക്കാം. അപ്പം തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തില്ലെങ്കിൽ കേസെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കേസെടുക്കാൻ പറ്റും. ആർട്ടിക്കിൾ ബേസ്ഡ് അല്ല, ഈ നിയമപ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം തുല്യ വേതനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 39D ആണ്. എന്നാൽ തുല്യ വേതനവുമായി ബന്ധപ്പെട്ട് നിയമം പാസ്സാക്കുന്നുണ്ട് 1976 എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 39A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. 39A എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? തുല്യനീതിയും സൗജന്യ നിയമസഹായത്തെയും പറ്റിയുമാണ് പറയുന്നത്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഇത് ഉറപ്പുവരുത്തേണ്ട ആരാണ്? സർക്കാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആരുറപ്പുവരുത്തണം? സർക്കാർ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 42ാം ഭേദഗതി പ്രകാരം 1976 കൂട്ടിച്ചേർത്തതാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ പറയുന്നുണ്ട് സൗജന്യ നിയമസഹായം. അപ്പൊ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ ഈ പറയുന്ന പൈസയൊന്നും കാണണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ സൗജന്യമായിട്ട് ഈ പറയുന്ന വക്കീലിനെ നൽകുകയും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും തുല്യമായിട്ട് നീതി ഉറപ്പുവരുത്തണം. അതുപോലെ സൗജന്യമായിട്ടുള്ള നിയമസഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ട ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്നാണ് ആർട്ടിക്കിൾ 39A പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം 39 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത്യാവശ്യം വലിയൊരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് പൊതുവിൽ പറയുന്നത് രാഷ്ട്രം ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. 39A പറയുന്ന കാര്യം എല്ലാവർക്കും മിതമായിട്ടുള്ള ജീവനോപാധി സർക്കാർ ഉറപ്പുവരുത്തണം. അടുത്ത ആർട്ടിക്കിളിലേക്ക് വരുന്നുണ്ട്. 39D പറയുന്നു തുല്യ വേതനത്തെ പറ്റി പറയുന്നു. 39A എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇത് അഡീഷണൽ ചേർത്തതാണ് 42ാം ഭേദഗതി പ്രകാരം. അവിടെ പറയുന്ന കാര്യം തുല്യനീതിയും സൗജന്യ നിയമസഹായവും സർക്കാർ ഉറപ്പ് നൽകണം എന്നാണ് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ഒരു ആർട്ടിക്കിൾ കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് തുടരാം. അടുത്തായിട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ് 40ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പൊ 40ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തുകളുണ്ട്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിലുള്ള പഞ്ചായത്തി രാജ് സംവിധാനം ഒന്നും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്ന 1959 ഒക്ടോബർ 2-ാം തീയതി ഈ പറയുന്ന രാജസ്ഥാനിലാണ്. അപ്പം ഭരണഘടന നിലവിൽ വന്ന 50 ആ സമയത്ത് ഇന്ത്യയിൽ എന്തില്ലായിരുന്നു? പഞ്ചായത്ത് രാജ് ഇല്ല. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനം രൂപീകരിക്കുക എന്നത് സർക്കാരിന്റെ ചുമതലയാണെന്ന് എവിടെ പറയുന്നുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം പിന്നീട് സർക്കാർ ഈ നിർദ്ദേശപ്രകാരം എന്ത് നടപ്പാക്കി? പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കി. അപ്പം പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് 40ാമത്തെ ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയിലെ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 40 പിന്നീട് മറ്റൊരു ഭാഗത്ത് പഞ്ചായത്ത് രാജിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? 40ാമത്തെ ആർട്ടിക്കിൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ബാക്കി വരുന്ന ആർട്ടിക്കിളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.